മക്കൾസ്, അപ്പൊ നമ്മളുടെ 8ാം ക്ലാസ്സിലെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ഏതാ നിങ്ങൾക്കറിയോ? അവനാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജങ്ങളുടെ നിർമ്മിതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആണോ അല്ലെങ്കിൽ ഭയങ്കര ടഫാണോ എന്താന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമുക്ക് അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ക്വാഡ്രിലാറ്ററൽസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരയ്ക്കാനുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാലും എന്തായാലും എന്തായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് അറിയണം. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് അറിയുന്ന മക്കൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ഈ ക്വാഡ്രിലാറ്ററൽസിന്റെ പ്രോപ്പർട്ടീസ് എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ള് കാണാം കേട്ടോ. നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചു പോവാം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ നോക്കിയടാ, ഫസ്റ്റ് നമ്മൾ ഇതിൽ പറയുന്നത് റെക്റ്റാങ്കിൾ ആൻഡ് സമചതുരാണ്. റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം, സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം, ഇവന്മാർ രണ്ടാളിയാണ് പറയാൻ പോകുന്നത്. ഇവരാരാണ്? ഇതാണ് റെക്റ്റാങ്കിൾ അല്ലെ, ഇത് റെക്റ്റാങ്കിൾ ആണ്. ആൻഡ് ഇവനാണ് നമ്മളുടെ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം, ചതുരവും സമചതുരവും. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. ഇവന്റെ ഈ സൈഡും ഈക്വൽ ആണ്, അതേപോലെ ഈ സൈഡും ഈക്വൽ ആണ്. ദെൻ എതിർവശങ്ങൾ തുല്യമാണ് എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. എതിർവശങ്ങൾ സമാന്തരമാണ്. ഈ രണ്ട് സൈഡ്സും പാരലൽ ആണ് അല്ലെ, ഈ രണ്ട് സൈഡ്സും അതും പാരലൽ ആണ്. അടുത്ത നോക്ക്, ഓൾ ആംഗിൾസ് ആർ റൈറ്റ്. എല്ലാ കോണുകളും എന്താണ്? മട്ടമാണ് എന്നാണ് അല്ലേ പറയുന്നത്. എന്താണ്? ഇവിടെ മട്ടം 90 ഡിഗ്രിയാണ്, 90 ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, കാണാതെ പഠിച്ചു വെക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്ത നോക്ക്, ഡയഗ്നൽസ് ആർ ഈക്വൽ. വികരണങ്ങൾ തുല്യമാണ്. അതായത് രണ്ട് വികരണങ്ങൾ മക്കൾ വരച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു വികരണം വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു വികരണം വരയ്ക്കുക അല്ലെ. ഈ വികരണങ്ങൾ എന്താന്നാ പറയുന്നത്? തുല്യമാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്ക്, വികരണങ്ങൾ പരസ്പരം സമഭാജികൾ അല്ലെങ്കിൽ ഡയഗ്നൽ ബൈസെക്ട് ഈച്ച് അതർ എന്നാ പറയുന്നത്. അതായത് ഈ ഒരു ഡയഗ്നലിന്റെ നീളം 6 സെന്റിമീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ ഡയഗ്നൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ഡയഗ്നലിനെ ഇടിച്ചിട്ട് രണ്ട് കഷ്ണങ്ങളാക്കുന്നുണ്ട് അല്ലെ. ഈ ഡയഗ്നലിന്റെ നീളം 6 സെന്റിമീറ്റർ ആണ്, ഇവൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇടിക്കുന്നു അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ 3 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടെ 3 സെന്റിമീറ്റർ ആയിരിക്കും. ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇവനും എന്തായിരിക്കും? 3 എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ കാര്യം? ഇനി അടുത്തത് സ്ക്വയറിലേക്ക് വരുന്ന സമയത്ത് നോക്ക്, സ്ക്വയർ അല്ലെങ്കിൽ സമചതുരത്തില് ഓൾ സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ, വശങ്ങളെല്ലാം തുല്യമാണ്, അറിയുന്ന കാര്യം തന്നെ. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, എതിർവശങ്ങൾ സമാന്തരമാണ്, അതും അറിയുന്നതാണ്. ഓൾ ആംഗിൾസ് ആർ റൈറ്റ്, കോണുകളെല്ലാം മൊത്തം, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ദെൻ ഡയഗ്നൽസ് ഈക്വൽ, വികരണങ്ങൾ തുല്യം. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ രണ്ട് വികരണങ്ങൾ വരച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇവന്മാർ രണ്ടാളും തുല്യമാണ്. ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവനും 5 തന്നെയാണ്. ഇനി അടുത്ത് നോക്ക്, വികരണങ്ങൾ പരസ്പരം ലംബ സമഭാജികൾ എന്നാ പറയുന്നത്. ഡയഗണൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. അതായത് എന്തായിരിക്കും? നമുക്ക് നേരത്തെ പറഞ്ഞത് ബൈസെക്ടേഴ്സ് എന്ന് മാത്രമായിരുന്നു അല്ലെ. ഇവിടെ എന്താ പറഞ്ഞത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നാ പറഞ്ഞത് അല്ലെ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നാ പറയുന്നത്. എന്താണ് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്? എന്താന്ന് വെച്ചാൽ ഇത് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുമായിരിക്കും? ഇവിടെ ഉണ്ടാവുന്ന കോണ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അതായത് ഈ 5 എന്ന് പറയുന്ന ഡയഗ്നലിനെ ഇവൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? 2.5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. ഇവന് എന്ത് ചെയ്യുന്നു? 2.5 എന്ന് പറഞ്ഞിട്ട് ഇവനും ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. ഇത് ബൈസെക്ട് ചെയ്യുന്നു. അടുത്തെന്താണ്? ഇവിടെ ഒക്കെ ഉണ്ടാവുന്ന കോണ് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവന്മാർ രണ്ടാളും എന്താണടാ ഒരു ഡിഫറൻസ് ഉള്ളത്, വ്യത്യാസമുള്ള എന്താണ്? ഇവന്റേത് എന്തായിരിക്കും? ബൈസെക്ടർ മാത്രമാണ് ഡയഗ്നൽസ്. ഇവന്റെ എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ഒന്ന് ആലോചിച്ച് വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാണെന്നറിയോ? നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾവേസ് ട്രൂ റിഗാർഡിംഗ് എ റെക്ടാങ്കിൾ? ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു ചതുരത്തെ കുറിച്ച് എപ്പോഴും ശരിയാവുന്ന പ്രസ്താവന ഏതെന്ന് എഴുതുക. ഓൾ ആംഗിൾസ് 180 ഡിഗ്രി. ദെൻ diagonals bisect each other. Diagonals are perpendicular bisectors of each other. കോണുകളെല്ലാം 180 ഡിഗ്രിയാണ് എന്നാ പറയുന്നത്. വികരണങ്ങൾ പരസ്പരം സമഭാജികൾ, വികരണങ്ങൾ പരസ്പരം ലംബ സമഭാജികൾ. ഏതാടാ ഇതിൽ അനുയോജ്യമായത്? നമ്മളുടെ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സമചതുരത്തിന്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. നമ്മൾ പറഞ്ഞു എന്താണ്? ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ബൈസെക്ട് ചെയ്യുന്നത് പക്ഷെ പെർപെൻഡിക്കുലർ അല്ല, ബൈസെക്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഒബ്വിയസ്ലി ഏതായിരിക്കും? സെക്കൻഡ് ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെയെങ്കിൽ നോക്കിക്കോടാ, അടുത്ത രണ്ട് ക്വാഡ്രിലാറ്ററൽസ് അല്ലെങ്കിൽ
ചതുർഭുജങ്ങൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? നമ്മുടെ സാമാന്തരികവും സമഭുജ സാമാന്തരികവും പാരലലോഗ്രാമും റോംബസുമാണ്. ഓക്കെ, ഇവന്മാരും ചതുരവും സമചതുരവും പോലെ തന്നെയാണ് കേട്ടോ. ഇവന്മാർ ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷെ എന്താണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്ക്, സാമാന്തരികം അല്ലെങ്കിൽ പാരലലോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഇതാ ഇവനും ഇവനും ഈക്വൽ ആയിരിക്കും, ദെൻ ഇവനും ഇവനും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, എതിർവശങ്ങൾ സമാന്തരമാണ്. ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. അതുപോലെ നോക്ക്, ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ, വികരണങ്ങൾ പരസ്പരം സമഭാജികളാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇങ്ങനെ രണ്ട് ഡയഗണൽ വരച്ചാൽ ഒരു ഡയഗണൽ വന്നിട്ട് അടുത്ത ഡയഗണലിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അടുത്തെന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, എതിർ കോണുകൾ തുല്യമാണ്. അതായത് ഈ കോണും ഈ കോണും തുല്യമായിരിക്കും, ഈ കോണും ഈ കോണും തുല്യമായിരിക്കും. ദെൻ സം ഓഫ് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഇസ് 180 ഡിഗ്രി, ഒരേ വശത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അതായത് ഇവനും ഇവനും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതുപോലെ ഇവനും ഇവനും കൂട്ടിയാൽ എത്രയാണ്? 180 ഡിഗ്രി കിട്ടും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പ്രത്യേകതയാണ്, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യരുത് കേട്ടോ, നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെക്കുക, എന്നാലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അറിയുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നോക്കുക, അടുത്ത സമഭുജ സാമാന്തരികം റോംബസ്. റോംബസിന്റെ പ്രത്യേകത എന്താണ്? വശങ്ങളെല്ലാം തുല്യം, ഓൾ സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയുന്നത്. അല്ല, അതായത് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള സാമാന്തരികത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് എന്ന് പറയാ. ഓക്കെ, റെഡി? അപ്പൊ നോക്ക്, ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ, ഇവിടെ എന്താണ്, വശങ്ങളെല്ലാം തുല്യം, ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. ഇതെന്താണ്, ഇതൊരു വ്യത്യാസമാണ് അല്ലെ. അടുത്ത നോക്ക്, എതിർവശങ്ങൾ സമാന്തരം. എന്താണ്, ഈ വശവും ഈ വശവും എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്ന് പറയുന്നത്. ഇവനും ഇവനും എന്തായിരിക്കും? സമാന്തരമായിരിക്കും. വികരണങ്ങൾ പരസ്പരം ലംബ സംവാജികൾ, ഡയഗണൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ എന്നാ പറയുന്നത്. എന്താണ്, ഇതാ നോക്ക്, രണ്ട് ഡയഗണൽസ് വരച്ചു കഴിഞ്ഞാൽ ഇവന്മാർ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, സ്ക്വയറിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, ഒരു ഡയഗണലിനെ അടുത്ത ഡയഗണൽ വന്ന് ഇടിച്ച് രണ്ട് ഒരുപോലെയുള്ള കഷ്ണങ്ങളാക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്തായിരിക്കും, ആ കഷ്ണങ്ങളുടെ ഇടയിലുള്ള കോണ് 90 ഡിഗ്രി കൂടിയായിരിക്കും അല്ലെ. അപ്പൊ ഇതും എന്താണ്, ഇവിടെ എന്താണ്, ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ എന്നാ പറയുന്നത്. ഇവിടെ ഡയഗണൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നുണ്ട്. ദെൻ എതിർ കോണുകൾ തുല്യമാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, ഒരേ വശത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രി. സം ഓഫ് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഇസ് 180 ഡിഗ്രി. അപ്പൊ ഇവന്മാർ രണ്ടാളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ, ഇവിടെ എന്താണ്, ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. ഇവിടെ എന്താണ്, ഡയഗണൽ എന്താടാ, ഡയഗണൽ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ ആണ്. അടുത്ത എന്താടാ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പൊ നോക്ക്, നമ്മളുടെ സ്ക്വയറും നമ്മളുടെ റെക്റ്റാങ്കിളും തമ്മിലുള്ള വ്യത്യാസവും നമ്മളുടെ പാരലലോഗ്രാമും റോംബസും തമ്മിലുള്ള വ്യത്യാസവും ഒരുപോലാണ് കേട്ടോ. അത് വെച്ചിട്ടൊന്ന് ആലോചിക്കാം. ഓക്കെ, റെഡി? അപ്പൊ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാൻ നോക്ക്. ഇൻ ദ റോംബസ് ABCD, AC എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ എന്നാ പറഞ്ഞത്. അതായത് AC എന്ന് പറയുന്നത് ABCD, ഇവിടെ O എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദെൻ AC 8 സെന്റിമീറ്റർ ആണ്. അതായത് ഈ ഒരു AC എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞത്? 8 സെന്റിമീറ്റർ ആണ്. ആൻഡ് BD എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അതായത് ഈ BD എന്ന് പറയുന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിക്കുക, ആംഗിൾ AOD എത്രയാന്നാ ചോദിച്ചത്. ആംഗിൾ AOD അതായത് ഇവൻ എത്രയാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കണം ഏത് ക്വാഡ്രിലാറ്ററലാണ് അല്ലെ, ഏത് ചതുർഭുജാണ് ഇതെന്ന് നോക്ക്. റോംബസ് എന്നാ പറഞ്ഞത്, സമഭുജ സാമാന്തരികം എന്നാ പറഞ്ഞത്. സമഭുജ സാമാന്തരികത്തിന്റെ പ്രത്യേകത എന്താടാ? ഡയഗണലിന്റെ പ്രത്യേകത എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് അല്ലെ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അതായത് അവിടെ ഉണ്ടാകുന്ന കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഇനി AD എത്രയാണെന്ന്, AD എന്ന് പറയുന്ന ആരാണ്? ഇവിടുന്ന് ഇവിടേക്കുള്ളത്. ഓക്കെ, AD എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടേക്കുള്ളത്. നോക്ക്, ദിവൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്ക്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്ക്, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇവൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് ഒരു മട്ട ത്രികോണായിരിക്കും അല്ലെ, റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ, BD 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ എത്രയായിരിക്കും? പകുതി ആയിട്ടാണ് അല്ലെ കട്ട് ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ഇവിടം വരെ 3 ആയിരിക്കും. ഇത് 8 ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ എത്രയായിരിക്കും? 4 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ഒരു സൈഡ് കാണാൻ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ? എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ഇവന്റെ സ്ക്വയർ പ്ലസ് ഇവന്റെ സ്ക്വയർ ചെയ്താൽ മതി. ഇവന്റെ സ്ക്വയർ പ്ലസ് ഇവന്റെ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 16 പ്ലസ് 9 ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു 25 ആയിരിക്കും. അതായത് എത്രയാണ്? 5 റോംബസിന്റെ എല്ലാ സൈഡ്സ് എന്ന് പറയുന്നത്. അതായത് AD എത്രയാടാ? 5 ആണ്. ഇത്
എപ്പോഴും ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെടാ ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പാണ്. അപ്പോൾ നോക്ക്, ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഈ 2 ചതുർഭുജങ്ങളാണ്. ഏതൊക്കെയാണ്? ലംബകം അല്ലെങ്കിൽ ട്രപ്പീസിയം, സമപാർശ്വലംബകം ഐസോസ്ലസ് ട്രപ്പീസിയം. ഇവന്മാർ രണ്ടാളെയാണ് അടുത്ത് പറയുന്നത്. ദെൻ ലംബകം അല്ലെങ്കിൽ ട്രപ്പീസിയം എന്താണ്? പാവപ്പെട്ടവനാണ് കേട്ടോ. ആകെ 2 പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്ക്, ഒരു ജോഡി എതിർവശങ്ങൾ മാത്രം സമാന്തരമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അടുത്തെന്താണ്? സമാന്തരമല്ലാത്ത വശങ്ങളിൽ ഓരോന്നിലെയും കോണുകളുടെ തുക 180 ഡിഗ്രി. ഓൺലി 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. അതായത് ഈ ഒരു സൈഡ് മാത്രമേ എന്തുള്ളൂ, ഈ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമേ എന്തുള്ളൂ, പാരലൽ ആയിട്ടുള്ളൂ. ദെൻ സമാന്തരമല്ലാത്ത വശങ്ങളിൽ ഓരോന്നിലെയും കോണുകളുടെ തുക 180 ഡിഗ്രി. സം ഓഫ് ആംഗിൾസ് ഓൺ ഈച്ച് ഓഫ് ദി നോൺ പാരലൽ സൈഡ്സ് 180 ഡിഗ്രി. അതായത് പാരലൽ അല്ലാത്ത ഈ സൈഡിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇവനും കൂട്ടിയാലും 180 ഡിഗ്രി കിട്ടും. സിമ്പിൾ അല്ലേ കാര്യം? അപ്പോൾ 2 പ്രത്യേകതയേ ഉള്ളൂ. ഓൺലി 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് പാരലൽ ആയിട്ടുള്ളത്. ആൻഡ് ആ സൈഡിലെ 2 ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും അല്ലേ. ഇനി അടുത്ത എന്താണ്? സമപാർശ്വലംബകം അല്ലെങ്കിൽ ഐസോസ്ലസ് ട്രപ്പീസിയം ആണ് അല്ലേ. ഐസോസ്ലസ് ട്രയാങ്കിൾ എന്തായിരുന്നടാ? 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതുപോലെ 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രപ്പീസിയത്തിനെ ആയിരിക്കും എന്ത് പറയാ? ഐസോസ്ലസ് ട്രപ്പീസിയം പറയാ. അതൊന്നും ഓർമ്മയുണ്ടായാൽ മതി. എന്താണ്? ഒരു ജോഡി എതിർവശങ്ങൾ മാത്രം സമാന്തരം. ഓൺലി 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. ദെൻ സമാന്തരമല്ലാത്ത എതിർവശങ്ങൾ തുല്യമാണ്. നോക്ക്, നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അതായത് പാരലൽ അല്ലാത്ത ഈ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അടുത്ത എന്താണ്? സമാന്തര വശങ്ങളിൽ ഓരോന്നിലെയും കോണുകൾ തുല്യം. എന്താണ്? സമാന്തര വശങ്ങളിൽ ഓരോന്നിലെയും കോണുകൾ തുല്യം. അതായത് ഇവൻ 50 ഡിഗ്രി ആണെങ്കിൽ ഇവനും എത്ര തന്നെയാണ്? 50 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, ഇനി ഇവൻ 130 ഡിഗ്രി ആണെങ്കിൽ ഇവൻ എത്ര തന്നെയാണ്? 130 ഡിഗ്രി തന്നെയാണ്. ഇനി അടുത്ത പറയാണ് സം ഓഫ് ആംഗിൾസ് ഓൺ ഈച്ച് നോൺ പാരലൽ സൈഡ് ഇസ് 180 ഡിഗ്രി. ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇവന്മാർ രണ്ടാളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. സിമ്പിൾ അല്ലേ കാര്യം? അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസ് ആണ് നമ്മളുടെ ഐസോസ്ലസ് ട്രപ്പീസിയത്തിനും ഉള്ളത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ ദ ഫിഗർ ABCD ഈസ് ആൻ ഐസോസ്ലസ് ട്രപ്പീസിയം ആംഗിൾ A ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ ഇവൻ എത്രയാണ്? 80 ഡിഗ്രി ആണ് എന്നാ പറയുന്നത്. A, B, C and D. ഓക്കെ, എന്ന് നമ്മളോട് പറയാണ് ചിത്രത്തിൽ ABCD ഒരു സമപാർശ്വലംബകമാണ്. കോൺ എ എന്ന് പറയുന്നത് 80 ആയാൽ കോൺ ബി എത്രയാണ്? നമുക്കറിയാം അല്ലെ. സമപാർശ്വലംബകം എന്നാ പറയുന്നത് ഐസോസ്ലസ് ട്രപ്പീസിയാണ്. ഇത് 80 ആണ്. ഇവനും എത്ര തന്നെയാണ്? 80 തന്നെയാണ് അല്ലെ. 80 ഡിഗ്രി തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് 80 ഡിഗ്രി. ഇനി അടുത്ത നോക്കിയടാ. അടുത്ത എന്താണ്? ആംഗിൾ സി എത്രയാന്നാ ചോദിച്ചത്. നമുക്ക് ഇവൻ എത്രയാന്നാ ചോദിച്ചത്. നിങ്ങൾക്കറിയില്ലേ, ഇവനും കൂടെ കൂട്ടിയാൽ എത്രയാ കിട്ടുക? 180 ഡിഗ്രി അങ്ങ് കിട്ടും അല്ലെ. അപ്പൊ ഇത് 80 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും ഉണ്ടാവുക? സിമ്പിൾ ആണ്. എത്രയാണ്? 100 ഡിഗ്രി ആയിരിക്കും അല്ലെ. 100 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞാലടാ നിങ്ങൾക്ക് എങ്ങനെ തല തിരിച്ചും മറിച്ചും ചോദിച്ചാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് മറക്കാതെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ചതുർഭുജങ്ങളുടെ നിർമ്മിതി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് മക്കളെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തറിയണം? ഈ പ്രോപ്പർട്ടീസ് അറിയണം. 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മക്കൾക്ക് വരാൻ പോകുന്നത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് എന്തായിരിക്കും? വരയ്ക്കാനുള്ളതായിരിക്കും. രണ്ടാമത്തേത് പറയുന്നത് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളതായിരിക്കും. അപ്പോൾ മക്കൾ വരയ്ക്കാനാണെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണെങ്കിലും എന്തറിയണം? പ്രോപ്പർട്ടി അറിയൽ നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും മറക്കാതെ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ക്രിസ്മസ് എക്സാമിൽ കാണാം. ബൈ.